24 അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിനെ ജൂൺ 7 വരെ റിമാൻഡ് ചെയ്തു. ജാമ്യാപേക്ഷ ചാലക്കുടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നാളെ പരിഗണിക്കും. വനം വകുപ്പ് ഉദ്യോഗസ്ഥന്റെ പരാതിയിലാണ് നടപടി. ദൃശ്യങ്ങൾ പകർത്തിയതുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്ത റൂബിൻ ലാലിനെ പോലീസ് ലോകപ്പിൽ ക്രൂരമായി മർദ്ദിച്ചിരുന്നു. എന്നെ കഴുത്തി പിടിച്ച് ഞെക്കിയിരുന്നു. കുറെ നേരം കഴുത്തി പിടിച്ചു. ഇങ്ങനെ സി ഐ ആണ് ഉന്തിയത്. അതെ, അടിവസ്ത്രത്തിലാണ്. ഇത്രയും നേരം അടിവസ്ത്രത്തിലാണ്. ഷർട്ട് പോലും ഉണ്ടായിരുന്നില്ല. എന്നെ വീട്ടിൽ നിന്ന് കയറ്റി കൊണ്ടുവന്നത്. എന്നെ മർദ്ദിച്ചിരുന്നു. വീട്ടിൽ നിന്ന് അസഭ്യം പറഞ്ഞിരുന്നു. തന്നെ ഒരുപാട് അസഭ്യം പറഞ്ഞു. എന്നെ കഴുത്തിന് പിടിച്ച് ഞെക്കി കൊല്ലും എന്ന് പറഞ്ഞു. സി ഐ ആണ് കൊല്ലുന്ന് പറഞ്ഞേ. സി ഐ എന്നെ വെച്ചേക്കില്ല എന്ന് പറഞ്ഞേ. സിഐയുടെ നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. മുഖ്യമന്ത്രിക്കും DGPക്കും 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ പരാതി നൽകി. അശ്വിൻ പാലാഴി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അശ്വിൻ, റൂബിൻ ലാലിനെ ജൂൺ 7 വരെ റിമാൻഡ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണിത്? സാഹചര്യം എന്താണ്? പ്രവിത, നാളെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ചാലക്കുടി കോടതിയിൽ റൂബിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ റൂബിൻ കോടതിയിൽ വ്യക്തമാക്കും. ഒപ്പം ഇന്ന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എന്താണ് നടന്നത് എന്നുള്ള കാര്യത്തിൽ കൃത്യമായ മൊഴി നൽകാനുള്ള അവസരം കൂടി റൂബിന് മജിസ്ട്രേറ്റ് നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ കാര്യങ്ങൾ എന്താണ് ഇന്നലെ സംഭവിച്ചത് എന്നുള്ളത് കോടതിക്ക് മുന്നിൽ റൂബിൻ പറഞ്ഞിട്ടുണ്ട്. അത് കോടതി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഇന്നലെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് മുതൽ സ്റ്റേഷൻ എത്തുന്നതുവരെയും സ്റ്റേഷനുള്ളിലുമൊക്കെ റൂബിന് നേരിടേണ്ടി വന്നത് ക്രൂരമർദ്ദനമാണ്. അടിവസ്ത്രത്തിൽ മാത്രം മണിക്കൂറുകൾ, വനിതാ പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ള സ്റ്റേഷനുള്ളിൽ അടിവസ്ത്രത്തിൽ മണിക്കൂറുകൾ നിൽക്കേണ്ടി വരുന്ന ഗതികേടിലേക്ക് പോലും ഈ പോലീസ് സ്റ്റേഷനുള്ളിൽ റൂബിനുണ്ടായി. ഒപ്പം ഈ പോലീസ് വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന വഴി വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരായ നിർണായക തെളിവുകളും അതിരപ്പള്ളി വനത്തിലുണ്ടായ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളും അടങ്ങുന്ന മൊബൈൽ ഫോൺ അതിരപ്പള്ളി CI കയ്യിൽ വാങ്ങി റോഡിൽ എറിഞ്ഞ് പൊട്ടിച്ച ശേഷം തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞു എന്നുള്ളൊരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. ഇതും കോടതിയിൽ റൂബിൻ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരായുള്ള നിർണായക തെളിവുകൾ തന്നെയാണ് ആ മൊബൈൽ ഫോണിൽ ഉണ്ടായിരുന്നത്. അത് ഇനി ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൂടി പോലീസ് നശിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുമുണ്ട്. നമ്മൾ 24 തന്നെ പരാതിയും നൽകിയിട്ടുണ്ട്. ഒപ്പം പ്രാദേശിക മാധ്യമപ്രവർത്തകരടക്കം QWG അടക്കം ഇതിൽ കൃത്യമായ പ്രതിഷേധക്കുറിപ്പ് കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുൻകാലങ്ങളിലും വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമായി പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മലക്കപ്പാറടക്കമുള്ള ഉൾവനത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മുന്നിലേക്ക് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് ഏറെ നാൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ റൂബിനെ വേട്ടയാടിയെന്നടക്കമുള്ള പ്രതികരണങ്ങൾ റൂബിന്റെ മാതാവിന്റെ ഭാഗത്തു നിന്നടക്കം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും വലിയ ആക്രമണമാണ് നേരിടേണ്ടി വന്നത് പോലീസിന്റെ ഭാഗത്തു നിന്ന്. ഇതിൽ കൃത്യമായ നടപടി വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. പ്രവിധ, റൂബിനെ നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് ചെയ്തത്. ജാമ്യാപേക്ഷ ചാലക്കുടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നാളെ പരിഗണിക്കുന്നുണ്ട്. എന്നിരുന്നാലും റൂബിൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കോടതിക്ക് മുൻപാകെ ബോധ്യപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്റെ പരാതിയിലാണ് ഇപ്പോൾ ഈ നടപടികളെല്ലാം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഒരു പരാതി വനം വകുപ്പ് മന്ത്രിക്ക് നമ്മൾ നൽകിയിരുന്നു. അതിന്റെ സാഹചര്യം എന്താണ് നിലവിൽ? നിലവിൽ വനം മന്ത്രിക്ക് നമ്മൾ ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രിയെ ബന്ധപ്പെട്ടതുമാണ്. ഇതിൽ കൃത്യമായ കാര്യം അന്വേഷിക്കണമെന്ന് നിർദ്ദേശവും നൽകി. പക്ഷേ അത് ആ മന്ത്രിയുടെ ഉത്തരവിന് പുല്ലുവില നൽകിക്കൊണ്ടാണ് ഇന്നലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടായത്, മറ്റു നടപടികളിലേക്ക് കടന്നത്. എന്തായാലും മന്ത്രിയുടെ വാക്കിന് പോലും ഒരു വിലയും കൽപ്പിക്കാതെയാണ് അതിരപ്പള്ളി ഫോറസ്റ്റ് ഓഫീസിൽ നിന്നും കാര്യങ്ങൾ നീങ്ങിയത് എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. അതിന് പിന്നാലെയാണ് പരാതി നൽകിയത്. അത് വ്യാജ പരാതിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒടുവിൽ നിക്കക്കള്ളിയില്ലാതെ കള്ളങ്ങൾക്ക് പുറമെ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടാണ് വനം വകുപ്പും ഒപ്പം പോലീസും ഈ സംഭവവുമായി മുന്നോട്ട് പോയത്. ഒടുവിൽ റൂബിൻ ലാൽ മദ്യപിച്ചിരുന്നു എന്ന് പോലും പറയേണ്ട അവസ്ഥയിലേക്ക് പോലീസ് എത്തി. ഇന്നേ വരെ മദ്യം കൈകൊണ്ട് തൊടാത്ത ആളാണ് റൂബിൻ എന്നുള്ളത് നാട്ടുകാർക്കും കുടുംബക്കാർക്കും എല്ലാം അറിയാവുന്ന കാര്യം കൂടിയാണ്. അങ്ങനെ പൊതുമധ്യത്തിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഈ കള്ളക്കേസിനെ ന്യായീകരിക്കാൻ വേണ്ടിയുള്ള ഇടപെടലുകളാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഒപ്പം പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. എന്തായാലും വനം മന്ത്രി ഇടപെട്ടിട്ട് പോലും ഈ കാര്യങ്ങളിൽ കള്ളവുമായി മുന്നോട്ട് പോകാനാണ് ഇരു വകുപ്പുകളും ശ്രമിച്ചത്. അത് എത്രത്തോളം കോടതിക്ക് മുന്നിൽ നിലനിൽക്കുമെന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. നാളെ ജാമ്യാപേക്ഷ കൂടി പരിഗണിക്കുന്ന സാഹചര്യത്തിൽ അതിരപ്പള്ളി CIക്ക് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിശദീകരണം നൽകേണ്ടി വരും. അറസ്റ്റ് വാറണ്ട് പോലും ഇല്ലാതെ വീട്ടിൽ കയറി ഒരു കൊടും കുറ്റവാളിയെ പിടിച്ചുകൊണ്ടുപോകുന്ന പോലെ റൂബിനെ എന്തിനു കൊണ്ടുപോയി എന്നടക്കമുള്ള നിർണായക ചോദ്യങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകും. അതിൽ എന്തു മറുപടിയാണ് അതിരപ്പള്ളി CIക്ക് നൽകാനുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അതിൽ ഉത്തരം മുട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്ത് തെറ്റാണ് ഇത്രത്തോളം ഒരു കൊടും കുറ്റവാളിയെ പോലെ റൂബിൻ
റൂബിനെ ചിത്രീകരിക്കാനുണ്ടായത്? പോലീസ് സ്റ്റേഷനുള്ളിൽ അടിവസ്ത്രത്തിൽ നിർത്തേണ്ട സാഹചര്യം എന്തായിരുന്നു അടക്കമുള്ള കാര്യങ്ങളിൽ എന്തു മറുപടി ഉണ്ട് അതിരപ്പള്ളി പോലീസിന് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും അതെല്ലാം നാളെ മജിസ്ട്രേറ്റിന് മുന്നിൽ പോലീസ് വ്യക്തമാക്കേണ്ടി വരും. നാളെയാണ് ആ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതും മറ്റ് നടപടികളിലേക്ക് കോടതി കടക്കുന്നതും. അശ്വിൻ, ഇതിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പ്രധാനപ്പെട്ട പരാതി എന്ന് പറയുന്നത് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നുള്ളതാണ്. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനാണോ ഇത്തരത്തിൽ വലിയ കൊടും കുറ്റവാളിയെ പിടികൂടുന്നത് പോലെ റൂബിന്റെ വീട് വളഞ്ഞ് റൂബിനെ അറസ്റ്റ് ചെയ്തതും ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷനിൽ മർദ്ദിക്കുകയും ഒക്കെ ചെയ്തത്? മാത്രമല്ല, റൂബിന്റെ മദ്യപിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ആക്ഷേപം. ഇതിനുള്ള എന്ത് തെളിവാണ് പോലീസിന്റെ പക്കലുള്ളത്? നിലവിൽ ഈ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നുള്ളതായിരുന്നു വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പരാതി. പക്ഷേ ആദ്യഘട്ടത്തിൽ അങ്ങനെ ഒരു പരാതി അവർക്കുണ്ടായിരുന്നില്ല. അവർക്ക് ആ ദൃശ്യങ്ങൾ എടുക്കുന്നതിനെ തടയുകയും അതിന് ഒപ്പം ഈ അതിരപ്പള്ളി ഫോറസ്റ്റ് ഓഫീസിലെ ഉദ്യോഗസ്ഥർ റൂബിനെ അവിടെ വെച്ച് തന്നെ മർദ്ദിക്കുകയും ചെയ്തിരുന്നു. ഈ വാഹനമിടിച്ച് ചത്ത പന്നിയുടെ ദൃശ്യങ്ങൾ പകർത്താനാവില്ല എന്നുള്ളതായിരുന്നു വനം വകുപ്പിൻ്റെ നിലപാട്. പക്ഷേ അത് സാധിക്കില്ല. അത് ജനങ്ങളിലേക്ക് എത്തേണ്ട വാർത്തയാണ്. ഇങ്ങനെ നിരന്തരമായി പല പ്രശ്നങ്ങളും ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ അടക്കം പലകുറി വാർത്ത ചെയ്തിട്ടുള്ളതാണ് റൂബിൻ. അങ്ങനെ നാളുകളായി ഈ റൂബിനോട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വൈരാഗ്യമുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം ബാക്കി പത്രമാണ് ഇന്നലെ ഈ പരാതിയായി എത്തിയത്. അത് എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളത് റൂബിൻ തന്നെ ഇന്ന് വ്യക്തമാക്കിയതുമാണ്. ഒപ്പം റൂബിൻ്റെ മാതാപിതാക്കളും നാട്ടുകാരുമടക്കം ഈ കാര്യങ്ങളിൽ വ്യക്തമായ മറുപടി തന്നു. ഏറെക്കാലങ്ങളായി റൂബിനെ ഇങ്ങനെ ഈ വനം വകുപ്പ് ടാർഗറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു എന്നുള്ള പ്രതികരണങ്ങളൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നത്. എന്തായാലും അത് എത്രത്തോളം നിലനിൽക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം ഈ പരാതിയിന്മേൽ എത്രത്തോളം സത്യാവസ്ഥയുണ്ട് എന്നടക്കമുള്ള സംശയങ്ങളുണ്ട്. എന്തിനാണ് പരാതി നൽകിയതെന്ന് മന്ത്രിക്ക് പോലും ചോദിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഇന്ന് കാര്യങ്ങൾ നീങ്ങിയിരുന്നു. ഈ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് വനം വകുപ്പ് മന്ത്രിയെ പോലും വലിയ ഒരു വിലയില്ല എന്നുള്ളതാണ്. വനം വകുപ്പ് മന്ത്രിയുടെ ഉത്തരവെല്ലാം ലംഘിച്ചുകൊണ്ട് ഇത്രത്തോളം നടപടികളിലേക്ക് അല്ലെങ്കിൽ ഇത്ര ഒരു വൈരാഗ്യം മുൻവെച്ചുകൊണ്ട് ഒരു നടപടികളിലേക്ക് വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പോകേണ്ടി വന്നത് എന്നുള്ളതാണ് തെളിയിക്കുന്നത്. എന്തായാലും നിലവിൽ കൃത്യമായ മറുപടി നൽകാനില്ല എന്നുള്ളതാണ്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കാണെങ്കിൽ പോലും പിന്നീട് ഇതിലൊരു പ്രതികരണത്തിന് അവർ തയ്യാറല്ല. ഒപ്പം പോലീസ് ഈ വനം വകുപ്പിൻ്റെ അനാസ്ഥകൾ പുറത്തു കൊണ്ടുവരുന്ന റൂബിനെ പൂട്ടാനായി പോലീസ് കൂടി വനം വകുപ്പിനൊപ്പം ചേരുന്നു. അങ്ങനെയാണ് മദ്യപിക്കാത്ത റൂബിൻ മദ്യപിച്ചു എന്നുള്ള ഒരു വ്യാജ കണ്ടെത്തൽ കൂടി പോലീസ് നടത്തുന്നു. എന്തായാലും വൈദ്യപരിശോധനയിൽ തെളിയിക്കാൻ പോലീസിനായിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഒപ്പം അതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് മൊത്തത്തിൽ കൃത്യമായ മറുപടി നൽകേണ്ടി വരും. അത് പക്ഷേ എങ്ങനെ മറുപടി നൽകുമെന്നുള്ളതാണ് നിലവിൽ പറയുന്നത്. എന്തായാലും ഞാനിതിൽ ഭാഗമല്ല എന്ന് പറഞ്ഞ് കൈയൊഴിയാനാണ് അതിരപ്പള്ളി CA അടക്കം ശ്രമിക്കുന്നത്. പക്ഷേ അത് കോടതിക്ക് മുന്നിൽ അങ്ങനെ കൈയൊഴിയാനാവില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. പ്രവിധ, ചെറിയൊരിടത്ത് ഡിവൈഎസ്പി സംഘം ഗുണ്ടകളുടെ സൽക്കാരം സ്വീകരിക്കുന്നു, മറ്റൊരിടത്ത് നിരപരാധിയെ പോലീസ് മർദ്ദിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും റൂബിൻ ലാൽ അയാളുടെ ജോലി മാത്രമാണ് ചെയ്തത്. ഈ വണ്ടി ഇടിച്ച പന്നിയുടെ ദൃശ്യങ്ങൾ പകർത്തി എന്ന് ആരോപിച്ചുകൊണ്ടാണ് റൂബിനെ മർദ്ദിച്ചത്. അതിനെതിരെ വനമന്ത്രിക്ക് പരാതി നൽകുന്നു. അതിന് പിന്നാലെയാണ് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ റൂബിനെതിരെ പരാതി പോലീസിൽ നൽകുന്നത്. അതിനുശേഷം റൂബിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ക്രൂരമായി മർദ്ദിക്കുകയുമാണ് ഉണ്ടായത്. നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് റൂബിൻ. എല്ലാ കാര്യങ്ങളും കോടതിയിൽ റൂബിന് ബോധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ കരുതുന്നത്. നാളെ റൂബിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുകയും ചെയ്യും. വിശദമായ വിവരങ്ങളാണ് അശ്വിൻ പാലാഴി നൽകി. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.